അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക്സിലേക്ക് ഇങ്ങോട്ട് കടന്നു വരണേ ഉള്ളൂ. അപ്പോൾ അവിടെ പറഞ്ഞ ഒരുപാട് കാൽക്കുലസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലസ് വേണമെന്ന് പറഞ്ഞ് അതിനകത്തൊന്നിലാണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന 1-2 ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് ലീനിയർ ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റർ എന്താണെന്നൊക്കെ പറഞ്ഞു, ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച്, അതാണ് ഒരു ഫംഗ്ഷനകത്തുള്ള ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ വെച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്പറേറ്റർ എ എടുക്കുന്നത്, എ ഹാറ്റ് ഈസ് സെറ്റ് ടു ബി ലീനിയർ വെൻ ഫോർ എനി ടു ഫങ്ഷൻസ് എഫ് ആൻഡ് ജി. 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആ ഫംഗ്ഷനോട് എ ക്യാപ്പ് എന്നുള്ളൊരു ഓപ്പറേറ്റർ ലീനിയർ ആണെങ്കിൽ അതെന്തായിരിക്കും, ഈ ഒരു കണ്ടീഷൻ അത് ഫോളോ ചെയ്യണം. അങ്ങനെ എ ക്യാപ്പ് ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ക്യാപ്പ് ഓഫ് ജി ഓഫ് എക്സ്. ദാറ്റ് ഈസ് 2 ഫംഗ്ഷൻസ് ഉണ്ട്, ആ 2 ഫംഗ്ഷന് എ ക്യാപ്പ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ സമ്മേഷൻ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ക്യാപ്പ് ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. അതല്ലെങ്കിൽ ഒരു ടൈമും കൂടി പറയുന്നുണ്ട്, എ ക്യാപ്പ് ഓഫ് C1 ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് C2 ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C1 ഇൻറ്റു എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് C2 ഇൻറ്റു എ ക്യാപ്പ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ C1 C2 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ടേംസുകളാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേംസ്, അപ്പോൾ ഈ 2 ടേംസ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന ഏതൊരു ഓപ്പറേറ്റേഴ്സിനെ ലീനിയർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു 2 ഓപ്പറേറ്റേഴ്സിന് രണ്ടോ ഫങ്ഷൻസിന് ഒരു ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ സമ്മേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻസ് എടുക്കണമെങ്കിൽ അത് ഓരോ ഓപ്പറേറ്ററിനെ സം ചെയ്തുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓരോ ഓപ്പറേറ്ററിനെ ഡിഫറൻസ് ചെയ്തുള്ള രീതിയിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് വേണമെങ്കിലൊന്ന് നോക്കാം. ബുക്കിലില്ല, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ക്യാപ്പ് എന്നുള്ളൊരു ഓപ്പറേറ്റർ d/dx ആണ്. എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഞാൻ 2x കൊടുത്ത്, ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ 3x കൊടുത്ത്. അപ്പോൾ നമ്മുടെ ഇതനുസരിച്ച് എന്താ, എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് d/dx ഓഫ് 2x പ്ലസ് 3x ഇസ് ഈക്വൽ ടു എന്താണ്, എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ക്യാപ്പ് ഓഫ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് d/dx ഓഫ് 2x പ്ലസ് d/dx 3x. അപ്പോൾ എ ക്യാപ്പ് എന്നുള്ളൊരു ഓപ്പറേറ്റർ d/dx എന്നുള്ളൊരു ഓപ്പറേറ്റർ ഈ 2 ഫംഗ്ഷനെ ഒരുമിച്ചും ചെയ്ത് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, d/dx ഓഫ് 2x പ്ലസ് 3x. അപ്പോൾ ആദ്യം ഇതെന്ത് ചെയ്ത് അങ്ങോട്ട് ആഡ് ചെയ്യുന്നത്, അപ്പോൾ 5x കിട്ടുന്നു. 5x d/dx ഓഫ് 5x ഇസ് ഈക്വൽ ടു 5 തന്നെ കിട്ടുന്നു. നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് d/dx 2x ചെയ്യുന്നത്, അപ്പോൾ 2 കിട്ടും, പ്ലസ് d/dx 3x ചെയ്യുമ്പോൾ 3 കിട്ടും. 2 + 3 5. അപ്പോൾ 2 രീതിയിലും ചെയ്താൽ സെയിം ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ അങ്ങനെ ഈക്വൽ ടു വരെയാണെങ്കിൽ ദാറ്റ് ഓപ്പറേറ്റർ ഈസ് കോൾഡ് ലീനിയർ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ എടുക്കുന്ന d/dx, ഇൻ്റഗ്രൽ, d²/dx², ഇതൊക്കെ ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പറേറ്റർ ലൈക്ക് സ്ക്വയർ, സ്ക്വയർ റൂട്ട്, ലോഗരിതം, ഇതൊന്നും ലീനിയർ അല്ല, ഇതൊക്കെ നോൺ ലീനിയർ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു a+b² എടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഇക്വേഷൻ എന്താ, a² + b² + 2ab ആണ്. പക്ഷേ നമ്മൾ സ്ക്വയർ എന്നുള്ളൊരു ഓപ്പറേറ്റർ ഈ 2 എണ്ണത്തിനെ കൊടുക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഇതിന് 2 മാത്രമേ ബാധകമുള്ളൂ. നമ്മൾ എ എന്നുള്ളൊരു ഓപ്പറേറ്റർ, ആ ഓപ്പറേറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് കൊടുക്കണമെങ്കിൽ എഫ് ഓഫ് എക്സും എ ഓഫ് ജി ഓഫ് എക്സ് കിട്ടുള്ളൂ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ട് എ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു സ്ക്വയർ എടുക്കണമെങ്കിൽ ഇത് എഫ് ഓഫ് എക്സ്, ഇത് ജി ഓഫ് എക്സ് എടുക്കണമെങ്കിൽ ഇതിന് മാത്രമേ ബാധകമുള്ളൂ. പക്ഷേ നമുക്ക് എന്തുണ്ട്, എഫ് ഓഫ് എക്സ് ഓക്കെ സ്ക്വയർ ഓഫ് C1² ഓഫ് എഫ് ഓഫ് എക്സും C2² ഓഫ് എഫ് എക്സ്, അതുകൊണ്ട് 2C1 C2 കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേമും കൂടി ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു a² + b² എന്നുള്ളത്. അപ്പോൾ a+b² ഇസ് ഈക്വൽ ടു a² + b² 2ab ആണ്. അത് നോട്ട് ഈക്വൽ ടു a² + b². അപ്പോൾ എ എന്നുള്ളൊരു ഓപ്പറേറ്റർ a+b² കൊടുക്കണമെങ്കിൽ ലീനിയർ ആണെങ്കിൽ അത് എന്തായിരിക്കണം, a² + b² ആയിരിക്കണം. പക്ഷേ അത് a² + b² ആണ്, ഇറ്റ് ഈസ് a² + b² + 2ab ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ നോൺ ലീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് we have so that happens that operator occurring in quantum mechanics are all linear. ക്വാണ്ടം മെക്കാനിക്സിനകത്ത് എടുക്കുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും ലീനിയർ ആയിരിക്കണം, അതൊരു കണ്ടീഷനാണ്. ഇനി അതേപോലെ മറ്റൊരു ഓപ്പറേറ്ററാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ
അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റർ സാധാരണ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററും ഈ ക്വാണ്ടം മെക്കാനിക്സിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. എക്സാക്ട്ലി അസച്ച് അല്ല. ഓക്കെ, ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലീനിയർ ഓപ്പറേറ്റർ ദാറ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ, താഴെ പറയുന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മാത്രമാണ് അതിന് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എങ്ങനെ? ഒരു ലീനിയർ ഓപ്പറേറ്റർ എന്താണെന്ന് നമ്മൾ ആദ്യമേ കണ്ടു. അങ്ങനെയുള്ള ഒരു ലീനിയർ ഓപ്പറേറ്റർ താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ ലീനിയർ ഓപ്പറേറ്റർ നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ എന്താ? ഇൻ്റഗ്രൽ ഓഫ് psi1 സ്റ്റാർ ഓഫ് a cap of psi2 dt is equal to integral of psi2 into psi2 of a cap of psi1 star dt. അപ്പോൾ ഈ ഡി ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പേസിനകത്തുള്ള ഒരു വോളിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. ദെൻ സൈയും psi2 എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്, പെയർ ഓഫ് ഫങ്ഷൻസ് ആണ് psi1 psi2. നമ്മൾ നേരത്തെ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോലെ psi1 psi2 എന്നുള്ള രണ്ട് പെയർ ഓഫ് ഫങ്ഷൻസ് ആണ്. ദാറ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം, ആ സിസ്റ്റത്തിന് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്പറേറ്ററിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എളുപ്പം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നു. psi1 നമുക്ക് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ എക്സ് എടുക്കാം, psi2 ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എടുക്കാം. ഓപ്പറേറ്റർ എന്താ? ഓപ്പറേറ്റർ എ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ടേം കൊടുക്കാം. psi1 psi2 നമ്മൾ പറഞ്ഞപ്പോൾ ഇൻ്റഗ്രൽ സൈ ഓഫ് നമ്മൾ ഇതിവിടെ കൊടുക്കുമ്പോഴേക്കും ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് സൈൻ എക്സ്. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ്, ഇതൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം അത് ചെയ്യണം. ഡി എക്സ് സ്ക്വയർ ആണ്, 2 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് അവിടെ തന്നെ നിൽക്കുന്നു. ആദ്യം സൈൻ എക്സിന് ചെയ്യുമ്പോഴേക്കും കോസ് എക്സ് കിട്ടും, വീണ്ടും കോസ് എക്സിന് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഇവിടെ ഡി ടിക്ക് നമ്മളൊരു എക്സ് ഡയറക്ഷൻ മാത്രം എടുക്കുന്നതുകൊണ്ടാണ് ഡി എക്സ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി മൈനസ് ഇൻ്റഗ്രൽ ഇ ഐ എക്സ് സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഇനി രണ്ടാമത് നമ്മൾ കൊടുക്കുന്നതാണ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് ഇ റേസ് ടു ഐ എക്സ് ഡി എക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് എടുക്കുന്നു, ഇവിടെ 2 പ്രാവശ്യം ഡി എക്സ് ഇ റേസ് ടു ഐ എക്സിന് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഐ എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് വരുന്നു. വീണ്ടും അതിന് ചെയ്യുമ്പോഴേക്ക് ഐ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് വരുന്നു. ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന ഒരു വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ്. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആവും. അപ്പോൾ -1 നമ്മളിവിടെ കൊടുക്കുമ്പോൾ മൈനസ് സൈൻ ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയും. അപ്പോൾ ഈ 2 ടേംസും സെയിം തന്നെയായിട്ട് വരും. ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഒരു പ്രോബ്ലം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ psi1 psi2 എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്ത ഫംഗ്ഷനകത്ത് സൈയും ഫൈയും എന്നുള്ള psi1 ഇസ് ഈക്വൽ ടു സൈയും psi2 ഇസ് ഈക്വൽ ടു ഫൈ എന്നുള്ള രീതിയിലാണ് ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുന്നത്. psi1 ഇസ് ഈക്വൽ ടു സൈ എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ എക്സും psi2 ഇസ് ഈക്വൽ ടു ഫൈ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. എ ക്യാപ് എന്നുള്ള ഓപ്പറേറ്ററാണ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഈ ഒരു ടേംസിലേക്ക് ഒബേ ചെയ്യേണ്ടത് നോക്കണം. അപ്പോൾ അത് ഈ ഒരു ടേം ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ ഓപ്പറേറ്റർ ചെയ്ത് കഴിയുമ്പോഴേക്ക് മൈനസ് ഇൻ്റഗ്രൽ ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് കിട്ടി. ഈ ഒരു ടേംസിനകത്തേക്ക് നമ്മളത് ചെയ്ത് കഴിയുമ്പോഴേക്ക് അവിടെയും മൈനസ് ഇതേ സെയിം വാല്യൂ തന്നെ കിട്ടും. ഞാനിവിടെ എഴുതിയേക്കുന്നത് മൊത്തം സ്പേസ് ഇല്ല, അതുകൊണ്ട് എഴുതാത്തതാണ്. ചെയ്ത് കഴിയുമ്പോഴേക്ക് ഐ സ്ക്വയർ ഇൻറ്റു എന്നുള്ള ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഈ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു ഐ റേസ് ടു ഐ എക്സ് ഡി എക്സ്. അപ്പോൾ 2 ടേംസ് ഒരേപോലെ വരും. അപ്പോൾ ഇങ്ങനെ ഒബേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റാറൊക്കെ കണ്ടായിരുന്നു, അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ പഠിക്കും. നമ്മുടെ ആ പാർട്ടിനകത്ത് ഈക്വേഷൻ നോക്കണമെങ്കിൽ ആദ്യത്തെ കേസിനകത്ത് psi1 സ്റ്റാർ ഇൻറ്റു എ ക്യാപ്പ് ഓഫ് psi2 എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസിനകത്ത് psi2 ഇൻറ്റു എ ക്യാപ്പ് psi ഓൾ സ്റ്റാർ ആണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു psi1 ഈസ് ഈക്വൽ ടു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ ആണെങ്കിൽ നമ്മളതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് എടുക്കുന്നത്. ആ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണത് മൊത്തത്തിൽ സ്റ്റാർ കൊടുക്കുന്നത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിൻ്റെ വൈ സ്റ്റാർ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞ് വരും. ഇതൊക്കെ നമുക്ക് മെയിനായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അത്ര വലിയ പ്രോബ്ലം ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷനകത്ത് എ ക്യാപ്പ് ഓഫ് സൈറ്റ് ഓഫ് എൽ എച്ച് എസ് ഇൻ ഓപ്പറേറ്റിംഗ് ഫംഗ്ഷൻ ആയിട്ടും വയൽ പാർട്ട് ഓഫ് ഇതിൻ്റെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇക്വേഷനകത്ത് നമ്മുടെ ഇക്വേഷനകത്ത് ഈ ലെഫ്റ്റ് സൈഡിനകത്ത് സൈ1 ലെഫ്റ്റ് സൈഡിനകത്ത് എ ക്യാപ് സൈ2 അതെന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് സൈഡിനകത്തുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ റൈറ്റ് സൈഡിനകത്താണെങ്കിൽ എ ക്യാപ്പ് സൈ1 ഓൾ സ്റ്റാർ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇതാണ്. അതുകൊണ്ട് നമ്മളത് ഫർദർ ഡീറ്റെയിലിൽ വരുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സ്റ്റാർ പറയുന്നത്. ആ സ്റ്റാർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ദാറ്റ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദി എ സ്റ്റാർ ഓപ്പറേറ്റിംഗ് ഓഫ് ഫംഗ്ഷൻ സൈ1ൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിലാണ് നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് എന്താണ് ലാപ്ലേഷ്യൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ലാപ്ലേഷ്യൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ചിലപ്പോൾ 2 മാർക്കിൻ്റെയൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഓഫ് സൈ ഇസ് ഈക്വൽ ടു 0. ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു, ഈ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പറഞ്ഞു. ഈ ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണേണ്. റീഅറേഞ്ച് ചെയ്തിട്ട് ഈസ് ഓഫ് സൈ നമ്മൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മളിപ്പം ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല, ഡയറക്റ്റ് ഇക്വേഷനിനകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണേണ്. അപ്ലൈ ചെയ്ത് തരുമ്പോഴേക്കും മൈനസ് എച്ച് ക്രോസ് ബൈ 2m ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഡെൽ സ്ക്വയർ ബൈ ഡോ എസ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് വി ഓഫ് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. വി ഓഫ് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഇനി ഇ സൈ ഇനി ഈ ടേമിനകത്ത് നമ്മൾ ഈ ഇത്തരം ബ്രാക്കറ്റിനകത്ത് ഒന്ന് ഇത്തരം ടേംസിന് ഒരു വേറൊരു ടേംസ് വെച്ച് കൊടുക്കണേന് ഡെൽ സ്ക്വയർ എന്നുള്ള ടേംസ് വെച്ച് കൊടുക്കണേന്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്യണേന് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി ഓഫ് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. എച്ച് ക്രോസ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എച്ച് ക്രോസ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ 2π ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇസ് ദ ടോട്ടൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ആണ്. നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ചുള്ള ഒരു കൺസ്ട്രെയിൻറ്റ് ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെയാണ് സ്റ്റഡി നടത്തുന്നത്. The del square is called a Laplacian operator or del square operator. It is defined as del square എന്ന് പറയുന്നത് എന്താ, 3 കോർഡിനേറ്റ് വെച്ചിട്ട് ഏതാണ് ഫംഗ്ഷനാണ് നമ്മൾ വേവ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുക, 3 വേവ് ഫംഗ്ഷനെയും ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ആ 3 കോർഡിനേറ്റും വെച്ച് ഡബിൾ ഡിഫറൻസിയേഷൻ ആണ് ഡോ സ്ക്വയർ പാർഷ്യൽ. ഡോ സ്ക്വയർ ബൈ ഡോ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഡോ ഇസഡ് സ്ക്വയർ. ഈ ഒരു ഓപ്പറേറ്ററിനാണ് ഡെൽ സ്ക്വയർ എന്നുള്ള ഒരു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ ഓപ്പറേറ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് നമ്മൾ എന്താ ചെയ്ത് എച്ച് സ്ക്വയർ ബൈ ഡെൽ സ്ക്വയർ എന്ന ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററാണ് പ്ലസ് വി ഓഫ് സൈ ഇസ് ഈക്വൽ ടു ഇ. ഈ ഇത്തരം ടേംസിന് നമ്മൾ എച്ച് ക്യാപ്പ് എന്നുള്ളൊരു ഓപ്പറേറ്റർ ആയിട്ട് കൊടുക്കണേണ്. ദാറ്റ് ഓപ്പറേറ്റർ ഇസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. എച്ച് ക്യാപ്പ് ഇസ് ഈക്വൽ ടു എന്താണ് ഈക്വൽ ടു ഇത്തരം ടേംസിന് എച്ച് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഫോർ എച്ച് ക്യാപ്പ് സൈ ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യണമെങ്കിൽ എച്ച് ക്യാപ്പ് ഓഫ് എഴുതണം, മിസ്റ്റേക്ക് വരുന്നു. ഇക്വേഷൻ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഇക്വേഷന് എച്ച് ക്യാപ്പ് ഓഫ് സൈ ഇസ് ഈക്വൽ ടു ഈസ് സൈ. നമ്മൾ നേരത്തെ ഇക്വേഷൻ ഉണ്ടായ ഇക്വേഷൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് ചെറുതാക്കി വരുമ്പോഴേക്കും എച്ച് ക്യാപ്പ് ഓഫ് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. അപ്പോൾ ഈ ഓപ്പറേറ്ററിനെ എച്ച് ക്യാപ്പ് ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ടേംസ്? വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പറഞ്ഞു. എം മാസാണ്.
ദെൻ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് പാർട്ട് ഉണ്ട്. ഇറ്റ് കണ്ടേ 2 പാർട്ട്. ഒന്ന് കൈനറ്റിക് എനർജിയുടെ ഒരു പാർട്ട് ഉണ്ട്, ദാറ്റ് ഈസ് h²/2πm ഡെൽ സ്ക്വയർ. പിന്നെ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ പാർട്ട് ഉണ്ട്. ഈ രണ്ട് പാർട്ടും കൂടി കൂടിയിട്ടുള്ള ടോട്ടൽ പാർട്ടാണ് എച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടോട്ടൽ എനർജിക്ക് ഇക്വലൻ്റ് ആണ്. So it is evident from that Hamiltonian is an energy operator representing sum of the kinetic and potential energy of the system, that is operator for total energy of the system. അപ്പോൾ നമുക്ക് നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷനൊക്കെ എന്തിന് ഇലക്ട്രോണിൻ്റെ ഒരു ഹൈഡ്രജൻ സ്റ്റാൻഡിങ് വേവ് ആയിട്ട് എടുത്തിട്ട് ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനിൽ നിൽക്കുന്ന ഒരു ഇലക്ട്രോൺസിൻ്റെ എനർജിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഇക്വേഷന് ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ ആദ്യമേ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷന് ഡിറൈവ് ചെയ്തെടുത്തു. അതിന് നമ്മൾ ഓപ്പറേറ്റേഴ്സ് കൊടുത്തപ്പോഴേക്കും അത് കുറച്ചും കൂടി ഷോർട്ടായിട്ട് h²² ഇൻറ്റു മൈനസ് ഓഫ് h²/2m ഇൻറ്റു ഡെൽ സ്ക്വയർ പ്ലസ് v ഓഫ് psi = E psi എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഡെൽ സ്ക്വയർ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളവിടെ h ക്രോസ് എന്നുള്ള വേറൊരു ഓപ്പറേറ്റർ കൊടുത്തു. h ക്രോസ് = ഇത്രയും ടേമാന്ന് പറഞ്ഞു. അപ്പോൾ h ക്രോസിനകത്ത് ഈ ഫസ്റ്റ് പാർട്ട് അതിൻ്റെ കൈനറ്റിക് എനർജി, സെക്കൻഡ് പാർട്ട് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു? ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ h ഓഫ് psi = E psi. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററിന് അല്ല ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റമാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -h²/2m ഡെൽ സ്ക്വയർ പ്ലസ് v ആണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ വീണ്ടും ഷോർട്ടാക്കി ഈ രീതിയിലേക്ക് കൊണ്ടുവന്നു ഓപ്പറേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഐഗൻ വാല്യൂ, ഐഗൻ ഫങ്ഷൻ ആൻഡ് ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്. 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് 2 മാർക്കിൻ്റെയൊക്കെ ചോദിക്കാറുണ്ട്. ഇഫ് ആൻ ഓപ്പറേറ്റർ വെൻ അപ്ലൈഡ് ടു ഫംഗ്ഷൻ f of x gives the same function back but multiplied by a constant c, then that operator is called ഐഗൻ ഓപ്പറേറ്റർ. ഇപ്പം ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷന് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് അതേ സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടും, ബട്ട് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ് ഫാക്ടർ. അങ്ങനെയുള്ളതിനാണെങ്കിൽ നമുക്കതിനെ ഐഗൻ ഓപ്പറേറ്റർ എന്ന് പറയാം. Therefore the function is called eigen function and the operator is called eigen and the operator is called eigen operator and a constant is called eigen value and equation is called eigen value equation. അപ്പോൾ 4 ടേംസുകൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷന് ഒരു ഓപ്പറേറ്റർ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടും, പക്ഷേ ആ ഫംഗ്ഷന് ഒരു കോൺസ്റ്റൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു കോൺസ്റ്റൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണെങ്കിൽ ആ ഫംഗ്ഷന് നമ്മൾ ഐഗൻ ഫംഗ്ഷൻ എന്നും ആ ഓപ്പറേറ്ററിന് നമ്മൾ ഐഗൻ ഓപ്പറേറ്റർ എന്നും ആ കോൺസ്റ്റൻറ്റിന് ഐഗൻ വാല്യൂ എന്നും ആ ഇക്വേഷൻ ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ഇത്തിരി മുമ്പ് ഹാമിൽട്ടോണിയൻ ഷ്രോഡിംഗർ ഇക്വേഷൻ കണ്ട്. ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനകത്ത് റെപ്രസെൻറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? h ഓഫ് psi = E psi. അപ്പോൾ psi എന്നുള്ളൊരു ഫംഗ്ഷന് നമ്മൾ h എന്നൊരു ഹാമിൽട്ടോണിയൻ ഓപ്പറേഷൻ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? സെയിം psi തന്നെ കിട്ടി, പക്ഷേ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. So Schrodinger wave equation is an example of eigen value equation. Eigen value equation example ആണ്. Where h that is Hamiltonian is the Hamiltonian is the eigen operator and psi is the eigen function and E is the eigen value. So it is an eigen value equation ആണ്. psi എന്ന് പറയുന്നത് ഇവിടെ acceptable solution of equation as eigen function ആണ്. E എന്ന് പറയുന്നത് eigen value ആയിരിക്കും. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഓപ്പറേറ്റർ ആൾജിബ്ര ഡിഫർ ഫ്രം ഓർഡിനറി ആൾജിബ്ര. നമ്മളിവിടെ കൊടുക്കുന്ന ഓപ്പറേറ്റർ ആൾജിബ്രയും സാധാരണ ആൾജിബ്രയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷനകത്ത് h ഓഫ് psi = E ഓഫ് psi എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും psi കോമൺ ഉണ്ടെങ്കിൽ നമുക്ക് psi കട്ട് ചെയ്ത് കഴിഞ്ഞാൽ h = E എന്ന് പറഞ്ഞ് എഴുതാം നമ്മൾ സാധാരണ ആൾജിബ്രയ്ക്കകത്ത്. പക്ഷേ ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് മീനിങ്ലെസ് ആയിട്ട് മാറും. h psi = E h psi = E psi എന്നുള്ളത് h = E എന്നും പറഞ്ഞ് എഴുതാൻ പറ്റില്ല.
സോ എച്ച് ക്യാപ് ഈസ് എൻ ഓപ്പറേറ്റർ ആൻഡ് ഈസ് ദ നമ്പർ. ഒരു ഓപ്പറേറ്റർ ആൻഡ് ടു കനോട്ട് ബി ഇക്വേറ്റഡ്. ഒരു ഓപ്പറേറ്ററും നമ്പറും നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഫംഗ്ഷനായിട്ടാണ്, അല്ലെങ്കിൽ മൈനസ് എച്ച് മൈനസ് സി ഓഫ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഓപ്പറേറ്റർ ആൾജിബ്ര ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ഓർഡിനറി ആൾജിബ്ര. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഓപ്പറേറ്റർ പറഞ്ഞ ലീനിയർ ഓപ്പറേറ്റർ പഠിഞ്ഞു. അതെന്താണ്? ഒരു ഓപ്പറേറ്റർ 2 ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അത് എന്തായിരുന്നു കണ്ടീഷൻ? ഓപ്പറേറ്റർ ഓഫ് എ പ്ലസ് ബി ഓർ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റർ ഓഫ് എ പ്ലസ് ഓപ്പറേറ്റർ ഓഫ് ബി, അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഓ മൈനസ് ഓപ്പറേറ്റർ ഓഫ് എ ബി, അല്ലെങ്കിൽ അതിനകത്തൊരു കോൺസ്റ്റൻറ്റ് ടൈം ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് ടൈം എടുത്ത് പുറത്ത് വെച്ചിട്ട് ആ കോൺസ്റ്റൻറ്റ് ഓപ്പറേറ്റർ ഓഫ് എ പ്ലസ് അടുത്ത കോൺസ്റ്റൻറ്റ് ഓപ്പറേറ്റർ, അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്തായിരുന്നു? ലീനിയർ ഓപ്പറേറ്റർ ഈ ഒരു കണ്ടീഷൻ ഇൻ്റഗ്രൽ psi 1 സ്റ്റാർ ഓഫ് എ ഓഫ് psi 2 ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ psi 2 എ ഓഫ് psi 1 ഓഫ് സ്റ്റാർ ഡി ടി. അങ്ങനെ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യണം. psi 1 psi 2 എന്ന് പറയുന്നത് 2 ഫങ്ഷൻസ് ആണ്. ആ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുന്നതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഏതാണ്? ഡെൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ബൈ ഡോ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ. 3 കോർഡിനേറ്റും കൂടി ഒരുമിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ടാണ് ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞത്. അത് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. ആ ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററും അടക്കം വരുന്നതിനെയാണ് നമ്മൾ ഹാമിൽട്ടോൺ ഓപ്പറേറ്റർ. അപ്പോൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ വരുന്ന പാർട്ട് ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും, മറ്റേത് കൈനറ്റിക് എനർജി ആയിരിക്കും, മറ്റേത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെ സമ്മാണ് ഹാമിൽട്ടോൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഐഗൻ വാല്യൂ, ഐഗൻ ഫംഗ്ഷൻ, ഐഗൻ ഓപ്പറേറ്റർ ആൻഡ് ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടും. ബട്ട് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദാറ്റ് കോൺസ്റ്റൻ്റ് ഈസ് കോൾഡ് ഐഗൻ വാല്യൂ, that function is called eigenfunction, that operator is called eigenoperator, and that equation is called eigenvalue equation. നമ്മുടെ ഷ്രോഡിംഗർ ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ, that is Hamiltonian of h cap psi is equal to e psi എന്ന ഇക്വേഷൻ is equal to ഐഗൻ ഇക്വേഷൻ ആണ്. കാരണം എന്താ? ഐഗൻ വാല്യൂ ഇക്വേഷൻ. കാരണം എന്താ? ഈ സൈനെ നമ്മൾ എച്ച് ക്യാപ്പ് എന്നുള്ളൊരു ഓപ്പറേറ്റർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെയിം സൈ തന്നെ കിട്ടും. that is multiplied by constant e. ഓക്കെ.